സപ്ലി ഇല്ലാതെ എങ്ങനെ എഞ്ചിനീയറിംഗ് വളരെ ഈസി ആയിട്ട് പാസ്സാകാം, ഇതാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ നിങ്ങൾ കറക്റ്റ് പ്ലേസിലാണ് എത്തി വന്നിരിക്കുന്നത്. എനിക്കറിയാം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ 90% വരുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മറിഞ്ഞുകൂടാത്ത 4-5 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വീഡിയോ അവസാനം വരെ കാണുക. വെറും 2 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന സെമസ്റ്റർ എക്സാമിൽ, KT യൂണിവേഴ്സിറ്റി എക്സാമിൽ നിങ്ങൾക്ക് പയറ്റി തെളിയിക്കാൻ പറ്റുന്ന ചില അടവുകളാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ KT യുവിൻ്റെ അണ്ടറിലുള്ള ഇപ്പോഴത്തെ എഞ്ചിനീയറിങ്ങിൻ്റെ വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 56%-ലും താഴെയാണ്. അതായത് ആകെയുള്ള പരീക്ഷ എഴുതുന്നവരിൽ 60% അടുപ്പിച്ച് പോലും ജയിക്കുന്നില്ല. പല വിഷയങ്ങളിലും സപ്ലി വരുന്നു. ഇതിൽ തന്നെ 1 മുതൽ 8 വരെയുള്ള സെമസ്റ്ററുകളിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള സെമസ്റ്ററുകളാണ് S1ഉം S2. അതുകൊണ്ട് തന്നെ S1ൽ തന്നെ സപ്ലി അടിച്ച് തുടങ്ങാൻ ഒരു തരത്തിലും നിങ്ങൾ അനുവദിക്കരുത്. വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് S1ൽ നിന്ന് തന്നെ സപ്ലി ഇല്ലാതെ ഉയർന്ന ഗ്രേഡോട് കൂടി ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാക്കാമെന്ന് നോക്കാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, +2 വരെ നിങ്ങൾ എത്രമാത്രം ടോപ്പിക്സ് പഠിച്ചു? 10-11 ടോപ്പിക്സ് പഠിച്ചിട്ട് essay എഴുതി, മാത്സ് എഴുതി, കെമിസ്ട്രി സോൾവ് ചെയ്തു, ഫിസിക്സ് സോൾവ് ചെയ്തു. ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സിറ്റിയും നിങ്ങളുടെ എഞ്ചിനീയറിംഗിലില്ല. ആകെയുള്ളത് 5-6 സബ്ജക്റ്റുകളാണ്. അതിൽ തന്നെ ചില ലാബുകളുണ്ട്. ഇനി വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് essay പോലെ വാരി വലിച്ച് എഴുതേണ്ട ഒരു കാര്യവും ഇല്ല. നിങ്ങൾ പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് ആണ്. വ്യക്തമായിട്ടുള്ള പോയിൻ്റ് ഉണ്ടോ, ഫിഗേഴ്സ് ഉണ്ടോ, കാര്യമുണ്ടോ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. ആരും നിങ്ങളുടെ മാർക്ക് എടുത്ത് കളയാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല റൂളുകളുണ്ട്. KT യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, നമ്മുടെ ഗ്രാഫിക്സ് പരീക്ഷയിൽ, അവസാന പരീക്ഷയിൽ ആ ഒരു ഡ്രോയിങ്ങിൻ്റെ ലാബ് എക്സാം വരുമ്പോൾ ആ പേപ്പർ മടക്കുന്ന രീതി, അതെങ്ങനെ മടക്കുന്നു എന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് 5-ലധികം മാർക്ക് ലഭിക്കും. ഇത്തരത്തിൽ ഓരോ വിഷയത്തിനും, അതായത് ഗ്രാഫിക്സ് ആയിക്കോട്ടെ, മെക്കാനിക്സ് ആയിക്കോട്ടെ, ഇപ്പോൾ CS പഠിക്കുന്നവർക്കായിക്കോട്ടെ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിസ്ട്രി ഒക്കെ ഒരുപാട് സബ്ജക്റ്റുകളിൽ തന്നെ നിങ്ങൾക്ക് ആകെയുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പാർട്ട് A ഉണ്ടാകും, പാർട്ട് B ഉണ്ടാകും. അതും വ്യക്തമായിട്ട് ഇപ്പോൾ SLC +2 പോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ചോദിക്കുന്നതല്ല. മൊഡ്യൂൾ 1 എന്നിട്ടിട്ട് അതിൻ്റെ താഴെ നിന്ന് പാർട്ട് Aയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതുപോലെ പാർട്ട് Bയിൽ ഓരോരോ മൊഡ്യൂൾ വൈസ് സെപ്പറേറ്റ് നിങ്ങൾക്ക് ചോദിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും അവിടെ എന്താണ് ചെയ്യേണ്ടത്, ഏത് തിയറമാണ് ഉപയോഗിക്കേണ്ടത്, ഏത് പോർഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ. നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ ക്യാപ്സ്യൂൾ പരുവത്തിൽ ക്വസ്റ്റ്യൻ തരുന്ന യൂണിവേഴ്സിറ്റി വേറെ ഏതാണ്? നിങ്ങൾ തന്നെ പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് മൊഡ്യൂളിൽ നിന്നാണോ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇനി ഒന്നും അറിയില്ല എങ്കിൽ പോലും അവിടെ നിങ്ങളുടെ തിയറം ഉപയോഗിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻസ് എഴുതുക. അതുമായി ബന്ധപ്പെട്ട തിയറി നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ, ഇംഗ്ലീഷിൽ ശുദ്ധമായ ഭാഷയിൽ എഴുതാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ മാത്രമാണ്. ഇതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, വെറും 60 മാർക്കിന് എഴുത്ത് പരീക്ഷയും 40 മാർക്ക് ഇൻറ്റേർണൽസും വരുന്ന ടോട്ടൽ 100 മാർക്കിൻ്റെ ഒരു പ്രൊസീജിയറാണ് നമ്മുടെ സെമസ്റ്റർ എക്സാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്, S1ൽ പഠിക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങൾ നൽകുന്നുണ്ട്. താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇങ്ങനെയുള്ള ഈ യൂണിവേഴ്സിറ്റി സെമസ്റ്റർ എക്സാമിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫിഗേഴ്സും നിങ്ങളുടെ ക്വസ്റ്റ്യൻ വച്ചും കഴിഞ്ഞാൽ തന്നെ ഈ 60-ൽ 27 അതിലധികമോ മേടിച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് എഴുത്ത് പരീക്ഷയിൽ മാത്രമാണ്, നിങ്ങളുടെ മിനിമം പാസിങ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു പക്ഷേ നല്ല ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ നല്ല അറ്റൻഡൻസ്, അസൈൻമെൻറ്റ് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്തു, CEസിൽ ആവറേജ് മാർക്ക് നല്ലതുണ്ട് എങ്കിൽ നിങ്ങളുടെ എന്താണ്, ഇൻറ്റേർണൽസും ഓൾറെഡി സെറ്റായി. ഈസി ആയിട്ട്, ഞാൻ പറയുന്നു ഈസി ആയിട്ട് 100% ബിലോ ആവറേജ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പോലും പാസ്സാകാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് S1 KT സെമസ്റ്റർ എക്സാമുകളെന്ന് മനസ്സിലാക്കുക. ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ബേസിക് മാത്രം പഠിച്ചുകൊണ്ട് പാസ് മാർക്കിൽ അധികം ലഭിക്കുന്ന സ്ട്രാറ്റജികൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സ്റ്റഡി പ്ലാനുകളായിട്ടൊക്കെ ഇടും. അപ്പോൾ നിലവിൽ വളരെ കൂളായിട്ട് ഫസ്റ്റ് സീരീസ് എക്സാമും സെക്കൻഡ് സീരീസ് എക്സാമും ഒക്കെ കഴിഞ്ഞെങ്കിൽ ഇനി വരാൻ പോകുന്നത് സെമസ്റ്റർ എക്സാം ആണ്. അത് വലിയ ആന കാര്യമൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ പാസ് മാർക്കിലേക്കും ഉയർന്ന മാർക്കുകളിലേക്കും എത്താൻ പറ്റും. അത്തരത്തിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു.